ഇടുക്കിയിലും ഇരട്ട വോട്ട് ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ 10,000-ലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് ആരോപണം. തമിഴ്നാട്ടിലും കേരളത്തിലുമായാണ് വോട്ടുകളുള്ളത്. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായും ആക്ഷേപം. ഉടുമ്പൻചോലയിൽ മാത്രം 10,000-ലധികം ഇരട്ട വോട്ടുകൾ ഉള്ളതായാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവരെ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യണമെന്ന് KPCC വക്താവ് സേനാപതി വേണു ആവശ്യപ്പെട്ടു. 10, 20, 25 വർഷങ്ങളായി ഈ നാട്ടിൽ താമസമില്ലാത്തവരോ ഇവിടെ നിന്ന് ജോലി അവസാനിപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയവരോ ഇവിടെ വീടോ റേഷൻ കാർഡോ യാതൊരു അധികാരപത്രങ്ങളോ ഇല്ലാത്ത ഏതാണ്ട് 10,000-ലധികം ആളുകളുടെ പേര് ഇപ്പോഴും ഈ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ആയി വോട്ടർ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു. ഇതേസമയം പുതുതായി ചേർക്കുന്ന പേരുകളിലും വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായാണ് ആരോപണം. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസമില്ല, റേഷൻ കാർഡില്ല, മറ്റ് യാതൊരുവിധ രേഖകളും ഇല്ലാത്തവരെ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ആ സർട്ടിഫിക്കറ്റുകളുടെ മറവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, അതായത് വാടകയ്ക്ക് താമസിക്കുന്നു എന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അതുവഴി വോട്ടർ പട്ടികയിൽ ചേരാൻ അപേക്ഷ കൊടുത്തിരിക്കുന്ന മുഴുവൻ അപേക്ഷകരുടെയും ജെനുവിനിറ്റി പരിശോധിക്കണം. ഇവരെവിടെ താമസിക്കുന്നു, എങ്ങനെയാണ് ഇവർക്ക് ഇവിടെ വാടകയ്ക്ക് താമസിക്കാനുണ്ടായ സാഹചര്യം എന്ന കാര്യം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ 6 മാസം സ്ഥിരമായി ഒരു പ്രദേശത്ത് താമസിച്ച ആൾക്കാണ് വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് പേര് ചേരാനുള്ള അവകാശം. പക്ഷേ അവർക്ക് സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്തെവിടെയോ മറ്റൊരു ഭാഗത്ത് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വെട്ടിമാറ്റിയതിന് ശേഷം മാത്രമേ ഇവിടെ പുതുതായിട്ട് പേര് ചേർക്കാൻ കഴിയുള്ളൂ. യാതൊരുവിധ സർക്കാർ രേഖകളും ഇല്ലാത്തവർ, ഈ കേരളത്തിലെ ഒരു സ്കൂളുകളിലും പഠിച്ചിട്ടില്ലാത്തവർ, ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് എന്ന കാര്യം ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ അതോറിറ്റിയും സമഗ്രമായി പരിശോധിച്ച് വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും സമ്പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് യഥാർത്ഥ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുവാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.